എൻ പ്രശാന്തിനെതിരെയുള്ള തുടർ നടപടികളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകം. ഹിയറിംഗിന്റെ ഫയൽ ഉൾപ്പെടെ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറും. നടപടികൾ അനുകൂലമല്ലെങ്കിൽ പ്രശാന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, പറയും. കൃഷ്ണരാജ്, ഈ എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഹിയറിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും നടപടികളും മറ്റു കാര്യങ്ങളും ഇനി നിർണായകമാണ്. കാരണം ഇതിൽ മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്താൽ മാത്രമേ ഈ വിഷയം വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കൂ എന്ന് ചീഫ് സെക്രട്ടറിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ എൻ പ്രശാന്തിന്റെ ഹിയറിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അടങ്ങുന്ന ഫയല് മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ നവംബറിലാണ് എൻ പ്രശാന്തിന് സസ്പെൻഷൻ നൽകിയത്. പിന്നീട് അത് 3 മാസത്തെ കാലാവധിക്ക് കൂടി ആ സസ്പെൻഷൻ കാലാവധി നീട്ടുകയായിരുന്നു. ചീഫ് സെക്രട്ടറിക്കും അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും ഉൾപ്പെടെ അവർക്കെതിരെ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ എൻ പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിൽ എഴുതുകയും അതോടൊപ്പം തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രശാന്തിനെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടണമെന്നൊരു സ്ഫുടനം കമ്മിറ്റി റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഹിയറിംഗ് ഉൾപ്പെടെ പ്രശാന്ത് തൃപ്തനല്ല. പ്രശാന്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനു ശേഷം മാത്രം സസ്പെൻഷൻ കാലാവധി അവസാനിച്ചാൽ മതിയായി എന്നാണ് ഈ കഴിഞ്ഞ ഹിയറിംഗിൽ ഉൾപ്പെടെ പ്രശാന്ത് ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറിയോട് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനും വ്യക്തമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താനും മുഖ്യമന്ത്രിക്ക് മാത്രമാണ് സാധിക്കുക. അപ്പോൾ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം നിർണായകമായിരിക്കും. ഇനി ഒരുപക്ഷെ മുഖ്യമന്ത്രി അനുകൂല തീരുമാനമല്ല എടുക്കുന്നതെങ്കിൽ എൻ പ്രശാന്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ ഉൾപ്പെടെ സമീപിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഈ പ്രശാന്ത് ഉന്നയിക്കുന്ന വിഷയങ്ങൾ പ്രശാന്തും ഇതൊരു പരിഹാരത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ IAS തലപ്പത്തും ഈ വിഷയത്തിൽ ഒരു സമരസപ്പെട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രശാന്ത് കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. കാരണം പ്രശാന്ത് ഈ ഹിയറിംഗിൽ ഉൾപ്പെടെ ഇൻ ക്യാമറ പ്രൊസീജിയേഴ്സ് പോലെയുള്ള ലൈവ് സ്ട്രീമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചീഫ് സെക്രട്ടറി തന്നെ അറിയിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ പ്രശാന്ത് ആ ഒരു വിഷയത്തിൽ നിന്നും അടങ്ങുന്ന ഒരു അല്ലെങ്കിൽ അത് തൃപ്തികരപ്പെടുന്ന ഒരു ഘട്ടത്തിലില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ ഇനി എന്തായാലും മുഖ്യമന്ത്രിയുടെ കൈകളിലൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പരിഹരിക്കപ്പെടട്ടെ എന്ന നിലപാടിലേക്ക് ചീഫ് സെക്രട്ടറി എത്താനാണ് സാധ്യത. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ പ്രശാന്ത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, എൻ പ്രശാന്തിനെതിരെയുള്ള തുടർ നടപടികളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. ഫയലുകൾ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറും. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.